നമ്മുടെ ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയും അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യയുടെ കണക്കനുസരിച്ചിട്ട് 31 മെയ് 2025 നമ്മുടെ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന അസറ്റ്സ് എന്ന് പറയുന്നത് 72.2 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസാണ്. അതായത് ഏകദേശം 72.2 ലക്ഷം കോടി രൂപയുടെ അസറ്റ്സ് ആണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ ഒരു കണക്ക് നമ്മൾ നോക്കിയാൽ മ്യൂച്വൽ ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്ന അസറ്റ് ഏകദേശം 3 ഇരട്ടിയോളമായിട്ടുണ്ട്. ഇന്ന് വളരെ ജനകീയമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ്. എന്നാൽ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ലേഡീസാണ്. എസ്പെഷ്യലി വീട്ടമ്മമാർ ഒരുപാട് ഈ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പഠിക്കുകയും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 46 മ്യൂച്വൽ ഫണ്ടുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ അവർക്കുണ്ട്. എന്നാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് പുതിയൊരു അംഗം കൂടി കടന്നു വന്നിരിക്കുന്നു, ജിയോ ബ്ലാക്ക് റോക്ക്. ഇത് 2 കമ്പനികൾ ചേർന്നിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ജിയോ ഫൈനാൻസും അതേപോലെ വേൾഡിലെ നമ്പർ 1 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ ബ്ലാക്ക് റോക്കും. ജിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുകേഷ് അംബാനി നയിക്കുന്ന റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡറി സ്ഥാപനമായ അല്ലെങ്കിൽ കമ്പനിയായ ജിയോ ഫൈനാൻസ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ആക്റ്റീവായിട്ടുണ്ട്. ഒട്ടനവധി ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജിയോ ഫൈനാൻസ് വേൾഡിലെ നമ്പർ 1 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ ബ്ലാക്ക് റോക്കുമായിട്ട് ഒരു ജോയിൻ്റ് ബേസിസിലാണ് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഫൈനാൻസ് ന്യൂസൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് റോക്കിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. വേൾഡിലെ നമ്പർ 1 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അവർ ഹാൻഡിൽ ചെയ്യുന്നത് ഏകദേശം 11.5 ട്രില്യൺ US$ അസറ്റാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അവർ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, അതായത് ETF-കളും പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ടുകളിലും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്ത ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഈ ബ്ലാക്ക് റോക്കിനെ കുറിച്ചും ജിയോയുമായിട്ടുള്ള പാർട്ണർഷിപ്പിനെ കുറിച്ചും ഇതെങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഈ പുതിയതായിട്ട് വരുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്, ഇത് മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ബിസിനസ്സിനെ അത് അഫക്റ്റ് ചെയ്യുമോ, ജിയോ ബ്ലാക്ക് റോക്ക് ലോഞ്ച് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ബെനിഫിഷ്യലായി വരുമോ, ഇതേപോലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഞാനൊരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. വീഡിയോയുടെ ആദ്യത്തെ പാർട്ടിൽ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ജിയോ ബ്ലാക്ക് റോക്ക്, അതായത് 50% ജോയിൻറ്റ് വെഞ്ചറാണ് ഇന്ത്യയിലെ ജിയോ ഫൈനാൻസും അതേപോലെ തന്നെ വേൾഡിലെ നമ്പർ 1 ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുമായിട്ട്. ഇവർക്ക് മ്യൂച്വൽ ഫണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ഓൾറെഡി സെബി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏത് സമയത്ത് വേണമെങ്കിലും ഈ പുതിയ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ നിന്നുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏത് തരത്തിലുള്ള ഫണ്ടുകളാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ല. പക്ഷേ ബ്ലാക്ക് റോക്കിൻ്റെ പ്രവർത്തനം വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവർ സാധാരണയായിട്ട് ETF-കൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലും അതേപോലെ തന്നെ പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ടുകളിലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. റോക്ക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1988 ന്യൂയോർക്കിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ അനുസരിച്ച് അവർ മാനേജ് ചെയ്യുന്നത് ഏകദേശം 11.5 ട്രില്യൺ US$ അസറ്റ്സ് ആണ് അവർ മാനേജ് ചെയ്യുന്നത്.
30 രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. 30 രാജ്യങ്ങളിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 70 ഓഫീസുകളും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 70 ഓഫീസുകളും, അതോടൊപ്പം തന്നെ 100 രാജ്യങ്ങളിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 18,400ഓളം എംപ്ലോയീസും ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ജിയോ ഫൈനാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ് റിലയൻസ്. റിലയൻസിൻ്റെ ഒരു സബ്സിഡറി കമ്പനിയാണ്. റിലയൻസിൽ നിന്ന് ഡീമർജ് ചെയ്ത് ഏകദേശം കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് ജിയോ ഫൈനാൻസ് എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് ഏരിയയിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഫൈനാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയയിൽ പ്രസൻസ് ഉണ്ട്. നമുക്കറിയാം റിലയൻസിൻ്റെ ഒരു നേച്ചർ വെച്ച് നോക്കുമ്പോൾ അവർ ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അതിൽ കോമ്പറ്റീഷനുള്ള ആളുകളെ കടത്തിവെട്ടി അവർ മുന്നിലെത്തുക, അല്ലെങ്കിൽ അവർക്കൊരു മൊണോപ്പൊളി ആക്കുക എന്നതാണ് പല സമയങ്ങളിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ടെലികോം സെക്ടറിലും അത് വളരെ വ്യക്തമായിട്ട് അവർ തെളിയിച്ചിട്ടുണ്ട്. റീറ്റെയിൽ സെക്ടറിലും അതും അവർ വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഇനി അസറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി വേൾഡ് ഓവറിൽ പ്രസൻസ് ഉള്ള കമ്പനിയാണെന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇതിലേറ്റവും എടുത്ത് പറയേണ്ട അവരെ ചില സവിശേഷതകൾ എന്ന് പറയുന്നത് അവരുടെ ടെക്നോളജി സൊല്യൂഷനാണ്. അലാദിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് അവർ ഈ അസറ്റ് മാനേജ് ചെയ്യുന്നത്. ഇത് വേൾഡിലെ തന്നെ നമ്പർ 1 പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് റിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ മാർക്കറ്റിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളും ടെക്നിക്കലായിട്ടും ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് ഈ അലാദിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ മോണിറ്റർ ചെയ്യാനും കറക്റ്റായിട്ടുള്ള രീതിയിൽ റിസ്ക് മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അസറ്റ് മാനേജ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ അലാദിൻ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇതിനൊരു എക്സാമ്പിളായിട്ട് പല സമയങ്ങളിലും പറയുന്നത്, സാധാരണ നമ്മൾ ഗൂഗിൾ മാപ്പും മറ്റും ഉപയോഗിച്ച് യാത്ര ചെയ്യാറുണ്ട്. നമുക്കറിയില്ലാത്ത സ്ഥലങ്ങളിലേക്കും മറ്റും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഈവൻ നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ പല സമയങ്ങളിലും നമ്മൾ സഞ്ചരിക്കുന്ന റോഡിൽ ബ്ലോക്കുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിലേ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ ട്രാഫിക് തടസ്സപ്പെട്ടേക്കാം. ഇതേപോലെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മളൊരു ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാൽ ഒരു എക്സ്റ്റെൻഡ് വരെയും നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഈ അലാദിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഏകദേശം ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ എന്തെല്ലാം റിസ്കുകളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റില്ല, വേറെ ഏതെങ്കിലും വഴിയിലൂടെ ഡീവിയേറ്റ് ചെയ്യണമോ, ഇതേപോലെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ഇതേപോലെയുള്ള റോഡ് ബ്ലോക്ക്സ് ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട്, അതായത് മുൻകൂർ തന്നെ അവർക്കതിനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഇതേപോലെ ഈ പ്ലാറ്റ്ഫോം സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ബ്ലാക്ക് റോക്ക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഫിക്സഡ് ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അവരുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളും ഇൻഡെക്സ് ഫണ്ടുകളും. അപ്പം ഇവർ ബേസിക്കായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അസറ്റ് മാനേജ്മെൻറ്റ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക, അതോടൊപ്പം തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് ബിസിനസ് മാനേജ് ചെയ്യുക, അസറ്റ് മാനേജ് ചെയ്യുക, റിസ്ക് മാനേജ് ചെയ്യുക, ഇതേപോലെയുള്ള കാര്യങ്ങളാണ് ബ്ലാക്ക് റോക്ക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇന്ന് വരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈനാൻസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനിയാണ്, റിലയൻസിൻ്റെ സബ്സിഡിയറിയാണ്. ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് ഏരിയയിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ലെൻഡിങ്, ഇൻഷുറൻസ് ബ്രോക്കിങ്, പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ്, പേയ്മെൻറ്റ് സൊല്യൂഷൻസ്, നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയൊക്കെയുള്ള പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് അവർക്കുണ്ട്. ലീസിങ് ബിസിനസ് ഉണ്ട്, ഡിജിറ്റൽ ബാങ്കിങ് ഉണ്ട്. ഇങ്ങനെ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ഏരിയയിൽ അവർ കൈവെക്കാമോ ആ ഏരിയയിലെല്ലാം ഈ ജിയോ ഫൈനാൻസ് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ 145 കോടിയോളം ജനങ്ങളുള്ളതിൽ 5 അല്ലെങ്കിൽ 6 കോടി ആളുകൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തിയിട്ടുണ്ട്.
പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. ആ മ്യൂച്വൽ ഫണ്ട് എയും GDP-യുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2019 അത് 12.6%. 2021 അത് 15 2023 കുറച്ച് കുറഞ്ഞിട്ട് 14.5%. 2024 അത് 18.2%. 2025 അത് 19% കൂടുതലാണ്. പക്ഷേ ഇത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. USA ഇത് ഏകദേശം 131 ഈ റേഷ്യോ. കാനഡയിൽ ഏകദേശം 90%, ബ്രസീലിൽ ഏകദേശം 77%. മ്യൂച്വൽ ഫണ്ട് AUM to GDP റേഷ്യോ വേൾഡ് ആവറേജ് എന്ന് പറയുന്നത് ഏകദേശം 74. പക്ഷെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോഴും ഏകദേശം 19% ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. പോപ്പുലേഷനിൽ 2-3% മാത്രമാണ് ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും മറ്റും നിക്ഷേപം നടത്തുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഏരിയയിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ, അതോടൊപ്പം തന്നെ അവർ ടെക്നോളജി ഉപയോഗിച്ചും ജിയോ ഫിനാൻസിന് ഇപ്പം തന്നെ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രസൻസ് ഉണ്ട്. അവരുടെ ആ കേപ്പബിലിറ്റി ഉപയോഗിച്ചും കൂടുതൽ അസറ്റ് ജനറേറ്റ് ചെയ്യുക, കൂടുതൽ എമൗണ്ട് പല ഫണ്ടുകൾ ലോഞ്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് ലോ കോസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്ത് സുപ്പീരിയർ ആയിട്ടുള്ള റിട്ടേൺസ് കൊടുക്കുക എന്നതാണ് അവർ എയിം ചെയ്യുന്നത്. അത് എത്ര എക്സ്റ്റെൻഡ് വരെയും വർക്കാകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒന്നും തീർച്ചയായിട്ട് പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ ബിസിനസ്സിനെ അത് അഫക്റ്റ് ചെയ്യുമോ? ടെലികോം സെക്ടറിൽ സംഭവിച്ചതുപോലെ, റീറ്റെയിൽ സെക്ടറിൽ സംഭവിച്ചതുപോലെ റിലയൻസ് ആധിപത്യം സ്ഥാപിച്ച് മറ്റുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെയും ബിസിനസ് എടുത്തുകൊണ്ട് പോകുമോ? ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമല്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇനി ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പം ടോട്ടൽ പോപ്പുലേഷൻ്റെ 2-3-4% മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു രാജ്യത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഡിസ്പോസിബിൾ ഇൻകം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും കൂടുതൽ ആളുകൾ ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാതെ തന്നെ ഈ ജിയോ, ബ്ലാക്ക് റോക്ക് കൂട്ടുകെട്ടിന് ചില സ്ഥലങ്ങളിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ടാപ്പ് ചെയ്യാത്ത ഏരിയയിൽ നിന്ന് ബിസിനസ്സുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് അവരെ ടെക്നോളജി ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ അവർ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അവരുടെ പ്രസൻസ് ഉപയോഗിച്ചും അത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റേഴ്സിന് മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ റിട്ടേൺസ് ലഭിച്ചാൽ നാച്ചുറലായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ആളുകൾ ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന വ്യക്തികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എവിടെ നിന്നാണ് കിട്ടുക, ഗെയിൻ എവിടെ നിന്നാണ് കിട്ടുക, അവിടെയാണ് സാധാരണയായിട്ട് ഏത് മ്യൂച്വൽ ഫണ്ടാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്. അപ്പം ജിയോ, ബ്ലാക്ക് റോക്ക് മ്യൂച്വൽ ഫണ്ട് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ടും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ്, പുതിയതായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും ആ ഏരിയയിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഇത് അവർ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുക്കൽ എത്തുകയാണോ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറി മുഖാന്തരം അവർ ചെയ്യുകയാണോ, ഈ കാര്യങ്ങളൊന്നും വ്യക്തമല്ല. എന്തായാലും നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. വരുന്ന 1-2 മാസങ്ങൾക്കുള്ളിൽ ഇവർ അവരെ ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവർ ലോഞ്ച് ചെയ്യുന്ന ഫണ്ടുകൾക്ക് മറ്റുള്ള ഇന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രത്യേകത ഉണ്ടാകുക, ഇതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.